ഹലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ചാണ്. നമുക്കറിയാം പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാല് ഏതൊരു മനുഷ്യനും, അത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നിത്യജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രോബ്ലംസ് ഇല്ലാത്ത ലോകത്ത് ആരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ്ങിലൂടെ പഠിക്കേണ്ടത്. അത് ഭയങ്കര ഒരു സ്കില്ലാണ്. കാരണം പല രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് വരാം. ചെറുത് മുതൽ വലുത് വരെ വരാം. അപ്പൊ അതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും, ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് ഈ പ്രോബ്ലം സോൾവിങ്ങിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനും അതിനെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് കഴിയും. അപ്പൊ അതിന്റെ ഒരു സ്കിൽ നമുക്ക് പഠിക്കാം. പ്രധാനമായിട്ടും അതിന്റെ ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ. ഒന്ന് അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ്. അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവിങ്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ലോജിക്ക് അല്ലേ ഉപയോഗിക്കും, ഡാറ്റ ഉപയോഗിക്കും, സിസ്റ്റമാറ്റിക് മെത്തേഡുകൾ ഉപയോഗിക്കും. എന്നിട്ട് അതിന്റെ ഇഷ്യൂസ് നമ്മൾ പ്രോബ്ലം ചെയ്യും, പിന്നെ സോൾവ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവിങ്. അനാലിസിസ് നടത്തിയിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്, ആ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രശ്നമുണ്ട്, അതിന്റെ ഉദാഹരണം അതിന്റെ സെയിൽസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡാറ്റ എടുക്കും. കഴിഞ്ഞ മാസത്തെ ഡാറ്റ, അതിന്റെ മുമ്പത്തെ മാസത്തെ ഡാറ്റ, ഈ മാസത്തെ ഡാറ്റ, എന്നിട്ട് ഏത് മാസമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായത്, ഏത് മാസമാണ് കുറഞ്ഞത്, അപ്പൊ അത് കുറയാനുള്ള കാരണം എന്താണ്, അതിന്റെ ലോജിക്ക് എന്താണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഫെസ്റ്റിവലിന്റെ സമയമായിരുന്നു, അതുകൊണ്ട് കൂടുതൽ സെയിൽസ് ഉണ്ടായി. ഈ സമയത്ത് വെക്കേഷന്റെ സമയമാണ്, അപ്പൊ സെയിൽസ് കുറഞ്ഞു. ഉദാഹരണം പറയാൻ കേട്ടോ. അപ്പൊ ഡാറ്റ വെച്ചിട്ട് സൊല്യൂഷൻ കാണുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. ഇത് തിങ്കിങ് ഔട്ട്സൈഡ് ദി ബോക്സ് ആയിരിക്കും. ഉദാഹരണം, മാർക്കറ്റിംഗ് നടത്തണം. ഉദാഹരണം, നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി, ആ പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യണം. അപ്പൊ എങ്ങനെ സെയിൽ ചെയ്യും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനു വേണ്ടി ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കാം, ഉദാഹരണം പറയാം. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഷോർട്ട് വീഡിയോ ഇറക്കാം. അപ്പൊ ആ വീഡിയോന്റെ കണ്ടന്റ് എന്തായിരിക്കാം, ഈ ഒരു വസ്തുവിനെ പ്രൊമോട്ട് ചെയ്യണമായിരിക്കണം. പക്ഷെ അതൊരു നാടകമായിരിക്കണം, ഉദാഹരണം പറയാൻ കേട്ടോ. അപ്പൊ അങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന പരിപാടിക്ക് പറഞ്ഞ പേരാണ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. ഇതിലൊരു ടീമായിരിക്കും. ആ ടീം എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട്, ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യും, അവർ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. ഉദാഹരണം, ഒരു വലിയ സ്കൂളിലെ കുട്ടികൾ ഇങ്ങനത്തെ ഒരു സംഗതി പഠിക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ, ഈ ഒരു സംഗതി കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ടീച്ചേഴ്സ് എല്ലാവരും ഇരിക്കുന്നു, ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നു, ഒരുപാട് ഐഡിയകൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും ഐഡിയകൾ വെച്ചിട്ട് പുതിയ ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന പരിപാടിക്ക് പറഞ്ഞ പേരാണ് എന്ത്, കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്. നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഇത് വരും, നമ്മുടെ കുടുംബത്തിൽ വരും, കുടുംബക്കാരെല്ലാരും കൂടി ഇരുന്നിട്ട് സൊല്യൂഷൻ കണ്ടെത്തുന്നു എന്നുള്ളത്. ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വരും. ചെരുപ്പിന്റെ വാറ് പൊട്ടി, ഉദാഹരണം. അപ്പോൾ തൽക്കാലം നമ്മൾ വേറെ നേരം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതാ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ, വേസ്റ്റ് ആയ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പിന്നെ വേസ്റ്റ് ആയി പോകുന്നു. അപ്പൊ വേസ്റ്റ് ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റീവായിട്ട് വേറെ എന്തെങ്കിലും സാധനം അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ക്രാഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നു, ഉദാഹരണം പറയണം. അപ്പൊ ഇതൊക്കെ ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വശമാണ്. പിന്നെ അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവിങ്. അപ്പൊ ഈ ഒരു 3 ടൈപ്പും നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിൽ വരാവുന്നതാണ്. പിന്നെ മറ്റൊന്നാണ് ട്രയൽ ആൻഡ് എറർ പ്രോബ്ലം സോൾവിങ് എന്നുള്ളത്. കുറച്ച് ടെക്നിക്കൽ സാധനമാണ്. പറഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ 2, 3, 4 ഓപ്ഷൻസ് ഇങ്ങനെ അവിടെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും. എന്നിട്ട് ഏതാണ് അവിടെ നടക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പയറ്റും. ഇപ്പോൾ പലപ്പോഴും കോഡിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. കോഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ പല കോഡും കൊടുത്തു നോക്കും. ഏതാണ് റെഡി ആവുന്നത് അതാണ് നമ്മളവിടെ പാസ്സാക്കും. അതിന് പറയുന്ന പേരാണ് എന്ത്, ട്രയൽ ആൻഡ് എറർ പ്രോബ്ലം സോൾവിങ്. നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ എററിനെ പരമാവധി ഫിക്സ് ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ഏതാണോ അത് വർക്കൗട്ട് ആവുന്നത് അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ ഒന്നാണ് RCA എന്ന് പറയും, റൂട്ട് കോസ് അനാലിസിസ് എന്നുള്ളത്. RCA അത് ഭയങ്കര ഒരു സ്ട്രാറ്റജി ആട്ടോ. കാരണം എന്ത് പ്രോബ്ലം ഉണ്ടാവണമെങ്കിലും ആ പ്രോബ്ലത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടാവും, റൂട്ട് കോസ് ഉണ്ടാവും. ആ റൂട്ട് കോസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്തിയാൽ നമുക്ക് ആ പ്രോബ്ലത്തിന് ഒഴിവാക്കാൻ പറ്റും. അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പൊ കുടുംബത്തിൽ ഉദാഹരണം, പിന്നെ ഫുഡ് രാവിലെ നാഷ്ട ഉണ്ടാക്കിയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നാഷ്ട ഉണ്ടാക്കാൻ, എണീക്കാൻ വൈകി. എന്തുകൊണ്ടാണ് എണീക്കാൻ വൈകിയത്, രാത്രി വളരെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. എന്തുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് കിടന്നത്, ഫോൺ കാണുന്നതിന്. അപ്പൊ സ്ക്രീൻ ടൈം കുറെ കൂടി എന്നുള്ളതാണ് അന്ന് രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ വൈകാനുള്ള കാരണം, ഉദാഹരണം പറയാണ്. അപ്പൊ അതിന്റെ റൂട്ട് കോസ് എന്താണ്, ഒരുപാട് നേരം ഫോൺ കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാറ്റിനും ഇങ്ങനെ റൂട്ട് കോസ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ റൂട്ട് കോസ് കണ്ടെത്താനാണ്. അത് കണ്ടെത്തിയാൽ പിന്നെ ആ ഒരു പ്രശ്നം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ഒരു ചെയിൻ ഓഫ് പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വൈ എന്ന് ചോദിക്കുക എന്നുള്ളതാണ്. 5 വട്ടം വൈ ചോദിക്കുക. എന്തുകൊണ്ട് നേരം ഭക്ഷണം ഉണ്ടാക്കിയില്ല, നേരം വൈകി. എന്തുകൊണ്ടാണ് വൈകിയത്, ഉറങ്ങാൻ വൈകി. എന്തുകൊണ്ടാണ് ഉറങ്ങാൻ വൈകിയത്, അപ്പൊ ഞാൻ ഫോണിലായിരുന്നു. എന്തുകൊണ്ടാണ് ഫോൺ ഇത്ര നേരം യൂസ് ചെയ്തത്, ഞാൻ റീല് കാണുമായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം ആവശ്യമില്ലാത്ത റീലുകൾ കണ്ടിരുന്നു എന്നുള്ളതാണ്, ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. അപ്പൊ റൂട്ട് കോസ് അനാലിസിസ് എന്നുള്ളത് പ്രോബ്ലം സോൾവിങ്ങിന്റെ ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. അത് നിങ്ങൾ വൈ എന്നുള്ളത് 5 വട്ടം ചോദിക്കുക എന്നുള്ളത് അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്.
പിന്നെ പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെട്ട കുറെ തിയറികളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പോളിയാസ് 4 സ്റ്റെപ്പ് മോഡൽ എന്നുള്ളത്. ആദ്യം അണ്ടർസ്റ്റാൻഡ് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ട് അത് നടത്തണം. സ്വാഭാവികമായിട്ട് അത് നടത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ വിജയിക്കൂല. അപ്പൊ അതിന്റെ റിവ്യൂ സൊല്യൂഷൻസ്, ആ സൊല്യൂഷൻ വിജയിച്ചോ ഇല്ല എന്നുള്ളത് റിവ്യൂ ചെയ്യണം. പലപ്പോഴും പിന്നെ എന്താ പറയാ, മാത്സിൽ ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ റിയൽ വേൾഡിൽ സ്വാഭാവികം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എപ്പോഴും ശ്രമിക്കേണ്ടത് ആദ്യം എന്ത് ചെയ്യണം, പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ എല്ലാ ഇരുതലകളും അന്വേഷിക്കണം. പിന്നെ അതിനുള്ളൊരു പ്ലാൻ കണ്ടെത്തണം. പ്ലാൻ ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് നമുക്ക് ഫുള്ളായിട്ട് പിക്ചർ ആവാതെ എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതൊരു സാധനമാണ് പിന്നെ റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ. എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ, മറ്റൊരുത്ത് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാനല്ല പറഞ്ഞത്. ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കിയാലും പോരാ, ഈ പ്രശ്നം വരാനുള്ള കാരണം എന്താണെന്നുള്ളത് തിരിച്ചറിയണം. പ്രശ്നം എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് തിരിച്ചറിയണം. അങ്ങനെ പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയും തിരിച്ചറിയുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഗ്യാദർ ഇൻഫർമേഷൻ, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, കിട്ടാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഡെസിഷൻ മേക്കിങ്ങിനൊക്കെ കാര്യമായിട്ട് ഇത് വേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഹൈപ്പോത്തിസൈസ്, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു പുതിയൊരു തീരുമാനം നമ്മൾ കണ്ടിട്ട് നമ്മൾ ചിന്തിച്ചൊരു കാര്യം നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു പ്ലാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ആദ്യം വെറുതെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. പലപ്പോഴും എഡ്യൂക്കേഷനിലൊക്കെ ഈ സംഗതി ഉണ്ടാവാറുണ്ട്. ഉദാഹരണം, കുട്ടികൾ പഠിക്കുന്നതിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പ്രശ്നം പഠിക്കാത്തത് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യും നമ്മൾ കൃത്യമായിട്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് കുട്ടികൾ, എല്ലാ നാടുകളിലും ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സബ്ജക്ട് പിന്നെ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ ഇങ്ങനെ ഇതും കൂടി പഠിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധനം, ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ ഉണ്ടാക്കും. അതിനുശേഷം വെറുതെ ടെസ്റ്റ് ആയിട്ട് 1-2 പീരീഡ് ആ വിഷയം നമ്മൾ ഇട്ടെടുത്ത് നോക്കും. അപ്പൊ കുട്ടികളുടെ വൈബ് ഇതൊക്കെ നോക്കിയാൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ ഇവാലുവേറ്റ് ചെയ്യും. ഇതാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ മറ്റൊന്നാണ് ട്രിസ് എന്ന് പറഞ്ഞ സാധനം. ട്രിസ് അധികം ഇത് എഞ്ചിനീയറിംഗിലേക്കാണ് ഇത് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. കാരണം മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുതിയൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന, വളരെ ക്രിയേറ്റീവ് ആയിട്ട് സോൾവ് ചെയ്യുന്ന പരിപാടിക്ക് പറഞ്ഞ പേരാണ് ട്രിസ് എന്നുള്ളത്. പിന്നെ ഒരു CPS മോഡൽ എന്ന് പറഞ്ഞ സാധനമാണ്. CPS മോഡൽ എന്ന് പറഞ്ഞാല് ക്ലാരിഫൈ. ആദ്യം എന്ത് ചെയ്യും, എന്താണ് പ്രശ്നം എന്നുള്ളത് ക്ലാരിഫൈ ചെയ്തിട്ട് അതിന്റെ ഐഡിയകളൊക്കെ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ സൊല്യൂഷൻ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. അതിന് പറഞ്ഞ പേരാണ് CPS മോഡൽ എന്നുള്ളത്. അപ്പൊ ആദ്യം എന്താണ് പ്രശ്നം എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യണം. പിന്നെ എന്തൊക്കെയാ സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ആ ഐഡിയകൾ മുഴുവൻ ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഐഡിയകൾ നമ്മൾ പുതിയൊരു സാധനമായിട്ട് ഡെവലപ്പ് ചെയ്യണം. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യണത്. അപ്പൊ ഇത് അധികം ബിസിനസ്സിലേക്കാണ് വേണ്ടി വരിക. കാരണം ഡെവലപ്പിംഗ് ഒക്കെ അതിനുള്ള ആവശ്യം ഉണ്ടാവുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലാബേഴ്സ് ഉണ്ടായ കാരണത്താൽ നമുക്ക് നഷ്ടമാണ്. അപ്പൊ നമ്മൾ ക്ലാരിഫൈ ചെയ്യും എന്തുകൊണ്ടാണ് ഇത്ര ലാബേഴ്സ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള മെഷീനറീസ് ഇല്ല, കുറെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന മെഷീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ജനറേറ്റ് ഐഡിയസ്, നമ്മൾ ഐഡിയ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്താ ചെയ്യേണ്ടി, അപ്പൊ നമുക്കൊരു 10 ആളുകളുടെ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ റോബോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യും, ആ റോബോട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ റോബോട്ടിനോട് വെക്കും. അപ്പൊ വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 10 ആൾക്കാരുടെ വർക്ക് റോബോട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഇന്ന് പറയുന്ന പേരാണ് CPS മോഡൽ എന്നുള്ളത്. പിന്നെ പ്രോബ്ലം സോൾവിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്നെന്താണ്, ഡിഫൈൻ ദ പ്രോബ്ലം ക്ലിയർലി എന്നുള്ളതാണ്. എന്താണ് പ്രശ്നം വളരെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അല്ലാതെ പ്രശ്നത്തിനെ കുറിച്ച് പഠിക്കാതെ എന്ത് ചെയ്യരുത്, നേരെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തരുത്. അധികം റൂട്ട് കോസ് നോക്കിയാൽ ഏറ്റവും നല്ലതാണ് റൂട്ട് കോസ് അനാലിസിസ് ആണ്, RCA എന്നാൽ റൂട്ട് കോസ് അനാലിസിസ്, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രശ്നം വീണ്ടും വീണ്ടും വരും. പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ ആ പ്രശ്നം വീണ്ടും വരും. നേരെ പക്ഷെ ആ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണത്തിന് ഒഴിവാക്കണമെങ്കിൽ പിന്നെ ആ പ്രശ്നം റിപ്പീറ്റ് ചെയ്യൂല. പിന്നെ ലോജിക്കൽ തിങ്കിങ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വെറും ക്രിയേറ്റീവ് മാത്രമാക്കാതെ ലോജിക്കും കൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എംബ്രേസ് ക്രിയേറ്റിവിറ്റി, എന്നാലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും ചെയ്യണം. അപ്പോഴാണ് ഒരു ability-യും പിന്നെ ഒരു പുതിയൊരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള തിങ്കിങ് ഒക്കെ അതിൽ വരുള്ളൂ. പിന്നെ സീക്ക് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്. ഉദാഹരണം, നമ്മൾ എന്തായിരിക്കും, ടീച്ചർ ആയിരിക്കും. അപ്പൊ ടീച്ചറുടെ പെർസ്പെക്റ്റീവ് എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പോരാ, കുട്ടികളുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കണം, മാനേജ്മെന്റിന്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കണം. അപ്പൊ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ നല്ലൊരു ഐഡിയ, നല്ലൊരു സൊല്യൂഷൻ, ആർക്കും പ്രശ്നമില്ലാത്ത പോലത്തെ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ തിങ്ക് അഗെയിൻ, അതേപോലെ ദ ആർട്ട് ഓഫ് തിങ്കിങ് ക്ലിയർലി, അതേപോലെ സ്മാർട്ട് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്. ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. അതിന്റെ ഓതേഴ്സിന്റെ പേര് അതിലുണ്ട്. അതിന്റെ കണ്ടന്റ് ഒക്കെ മൊഡ്യൂളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ആ പുസ്തകങ്ങളുടെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ പ്രോബ്ലം സോൾവിങ്ങിനുള്ള പ്രധാനപ്പെട്ട AI ടൂളുകൾ, ChatGPT മറ്റൊരു സാധനമാണ്, നമുക്ക് അറിയുന്നത് തന്നെയാണ്. അതിൽ നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുത്താൽ, ഒരു പ്രോബ്ലം കൊടുത്താൽ അതിനുള്ള ആദ്യം ബ്രെയിൻ സ്റ്റോം ചെയ്യുക. ആദ്യം കോസ്റ്റാറിൽ സാധനം കൊടുത്താൽ മതി, പേഴ്സോണ കൊടുക്കുക. നല്ലൊരു പ്രോബ്ലം സോൾവർ എന്നുള്ള ഒരു പേഴ്സോണ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കോസ്റ്റാർ കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക, ഒരു ഐഡിയകളൊക്കെ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഡെസിഷൻ എടുക്കാൻ പറയാം.
പിന്നെ മിറോ എന്നുള്ളൊരു സാധനമുണ്ട്. മിറോ അതിന്റെ ലിങ്ക് അതിലുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് പിന്നെ ചെയ്ത് നോക്കണം ട്ടോ. വിഷ്വൽ കൊളാബറേഷൻ ഫോർ ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് മാപ്പിംഗ് സൊല്യൂഷൻ. വളരെ വിഷ്വലി ആയിട്ട് നമുക്ക് പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയൊരു സാധനമാണ്. അതേപോലെ ലൂസിഡ് ചാർട്ട് എന്ന് പറയുന്ന സാധനം അതും വിഷ്വലൈസ് ചെയ്തിട്ട് പ്രോബ്ലത്തിനെ കണ്ടെത്താൻ പറ്റുന്ന സാധനമാണ്. പിന്നെ IBM വാട്സന്റെ AI ഉണ്ട്. അഡ്വാൻസ്ഡ് ഫോർ ഡാറ്റ ഡ്രൈവൺ പ്രോബ്ലം സോൾവിങ്. ഡാറ്റ കൊടുത്തിട്ട് പ്രോബ്ലം കണ്ടെത്താനുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ്. അതേപോലെ സ്റ്റോം ബോർഡ് അതൊരു വൈറ്റ് ബോർഡാണ്. പിന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് പിന്നെ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് നമ്മൾ പറഞ്ഞില്ലേ, അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല സാധനമാണ് സ്റ്റോം ബോർഡ് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് തുറന്നിട്ട് ഒന്ന് പരിചയപ്പെടുക എല്ലാവരും ട്ടോ. ഇതിൽ ഡീപ്പായിട്ട് താല്പര്യമുള്ള ആളുകൾ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പിന്നെ അത് സൈനപ്പ് ചെയ്തിട്ട് ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ കാണേണ്ട വീഡിയോസ്, ഇതിൽ കാണേണ്ട വീഡിയോസ് ദ പവർ ഓഫ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന വീഡിയോ, ഹൗ ടു മേക്ക് ഹാർഡ് ചോയ്സസ് എന്നുള്ളത്, ദ സീക്രട്ട് ടു സ്മാർട്ട് പ്രോബ്ലം സോൾവിംഗ് എന്നുള്ളത്, അതേപോലെ വൈ വി മേക്ക് ബാഡ് ഡിസിഷൻ എന്നുള്ളത്, അതേപോലെ ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് മാസ്റ്റർ പ്രോക്രാസ്റ്റിനേറ്റർ എന്നുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക വീഡിയോസ് കാണും. പിന്നെ എന്താ പറയാ, സ്ട്രക്ചേർഡ് AI പ്രോംപ്റ്റ് പ്രോബ്ലം സൊല്യൂഷൻ, ഇതിനുള്ള ഒരു പ്രോംപ്റ്റ് പാറ്റേൺ, എങ്ങനെ നമുക്ക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താം, അതിനുള്ള ഒരു പ്രോംപ്റ്റ് പാറ്റേൺ ആണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ലെവലിലാണ് പിന്നെ പ്രോബ്ലം സൊല്യൂഷന് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. ആദ്യം സിറ്റുവേഷൻ അനാലിസിസ് എന്നുള്ളതാണ്. പറഞ്ഞാല് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സോണ കൊടുത്തതിന് ശേഷം നിങ്ങൾ സിറ്റുവേഷൻ കൊടുക്കുക. അപ്പൊ എന്താണ് പ്രശ്നങ്ങൾ, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ആ സിറ്റുവേഷൻ മുഴുവനും കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, AIക്ക് നമ്മളെ പ്രശ്നം എന്താണെന്നുള്ളതിന്റെ റൂട്ട് കോസും അതിന്റെ മറ്റു കാര്യങ്ങളും എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അണ്ടർസ്റ്റാൻഡ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം സിറ്റുവേഷൻ കൊടുക്കുക, എന്നിട്ട് അത് അനാലിസിസ് നടത്താം. എന്നിട്ട് പിന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് അതിനുള്ള പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറയാം. ലോജിക്കും വേണം, ക്രിയേറ്റീവ് ആണ്, രണ്ട് നിലക്കും ചിന്തിക്കണം. എന്നുള്ള സൊല്യൂഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറയാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കിട്ടിയിട്ടുള്ള ഓരോ സൊല്യൂഷൻസിന്റെയും പ്രോസ് ആൻഡ് കോൺസ് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാൻ പറയാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും നല്ല, ഈ കമ്പയർ ചെയ്തതിനു ശേഷം ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് അതിന്റെ കാരണ സഹിതം നമ്മളോട് പറഞ്ഞുതരാൻ പറയാം. അവസാനം എന്ത് ചെയ്യുക, ഔട്ട്ലൈൻ ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ആൻഡ് സക്സസ് മാട്രിക്. അപ്പൊ ഈ ഒരു അവസാനം സെലക്ട് ചെയ്ത ഈ ഒരു ഡെസിഷൻ, ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ പ്രോബ്ലം സൊല്യൂഷൻ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കൃത്യമായുള്ള ഒരു പ്ലാനും അതിന്റെ സക്സസ് അളക്കാനുള്ള മെട്രിക്സും സെറ്റ് ചെയ്ത് തരാൻ പറയാം. അപ്പൊ അതോടുകൂടി നമ്മുടെ പ്രോബ്ലത്തിന്റെ എല്ലാവിധ മാർഗങ്ങളും ഇതിൽ ടച്ച് ചെയ്തു കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം പഠിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക ട്ടോ.